അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ സിപ്പ് ലൈനിൽ കയറി ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഡാം കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഇവിടേക്ക് ഇറങ്ങിക്കാണ്, ഡാമിൻ്റെ അവിടേക്ക് ഇറങ്ങിക്കാണ്. ഇതാണ് ഡാം ഇവിടുത്തെ. ഇതിൽ ഫിഷ് ഉണ്ട്. വേദനുണ്ട് പിത്തനാട്ട്. അപ്പം ഞങ്ങൾ ഇതപ്പോൾ ഡാമിനെ കൂടെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോവുകയാണ് അല്ലേ. ഞങ്ങൾ കൊടൈക്കനാൽ പോയത് ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു. ഇവിടെ എനിക്ക് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ട്, പിന്നെ പ്ലേസ് കണ്ടമാനുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്താലും നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ് ഈ മൂന്നാർ എന്ന് പറഞ്ഞാൽ. സെറ്റാണ് എന്തായാലും. ഞങ്ങൾ പിന്നെ സിപ്പ് ലൈനിൽ കയറിയതാ. അവിടെ കാണാനില്ല. അവിടെ അത് സിപ്പ് ലൈൻ നല്ലൊരു ഇതായിരുന്നു. അത്യാവശ്യം ദൂരമൊക്കെ പോകാണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഒന്ന് പേടിച്ചു, പിന്നെ അവസാനം നമ്മൾ അവിടേക്ക് എത്താനാകുമ്പോഴും ഒന്ന് പേടിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഭയങ്കര രസമായിരുന്നു. ഇനിയിപ്പോൾ അവർ നമ്മളെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട്, അതൊക്കെ അവർ നമ്മളെ ഫോണിൽ വിട്ടുതരും. അപ്പം നമുക്കിങ്ങനെ ചിലപ്പോൾ വീഡിയോ നമ്മൾ 2 പാർട്ടാക്കി ഇട്ട് വരും. കാരണം നല്ല ലോങ് വീഡിയോ പ്രാവശ്യം എടുത്തിരിക്കണത്. അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മളെ ഇതിൽ മാറ്റേണ്ടത്, അതേപോലെ എന്തൊക്കെ തെറ്റുള്ളത്, അതൊക്കെ നിങ്ങൾ പറഞ്ഞോണ്ടു. നമ്മൾ ഒക്കെ ശരിയാക്കാൻ നോക്കണ്ട് അല്ലേ. നല്ല ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഇനി അതാണ് നമ്മൾ അടുപ്പിലേക്ക്. ഞങ്ങൾ കൊടൈക്കനാലേക്ക് പോയിരുന്നു. ആകെ ഒരു സ്പോട്ട്, ഒരു മൂഞ്ചിയ കൊടൈക്കനാലായി. പക്ഷെ മൂന്നാർ അടിപൊളിയാട്ടോ, ഒരുപാട്. പക്ഷെ മൂന്നാർ അടിപൊളിയാണ്, ഒരുപാട് സ്പോട്ട് കാണാണ്ട്. ഗൈസ് നമുക്ക് എന്തായാലും അടിക്ക് ഇറങ്ങാം. ഇവിടേക്ക് എത്തിയപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനും മറന്നു. എന്താ ഫോട്ടോ ഒക്കെ എടുക്കേണ്ട തിരക്കിലും പിന്നെ ഫോണൊക്കെ വേറെ ആൾക്കാരുടെ കയ്യിലിരുന്നു. അപ്പോൾ പിന്നെ എടുക്കാൻ പറ്റിയില്ല. അവിടെ ഞങ്ങൾ മറന്നു. ഞാൻ എടുത്തുന്ന് വിചാരിച്ചതായിരുന്നു. ഓരോട് എടുക്കാൻ പറഞ്ഞായിരുന്നു, ഓരോ എടുത്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ വേറെ സ്പോട്ടിൽ വന്നു. ഒരു തൂക്കുപാലാണ്, ഒരു ഡാമാണ്. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ചെറുതായിട്ട് ഒരാട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ഇതിലാണ്, സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗായ്സ് ഞങ്ങളിതാ തൂക്കുപാലത്താണ്. ഇവിടെ ഈ സ്പോട്ടിൽ നിന്ന് ഒരു സ്പോട്ട് പായി. എന്തായാലും അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ എന്താ പറയുക, പൊന്മുടി ഡാമിൻ്റെ അവിടേക്ക് എത്തി. നമ്മളിപ്പോൾ നേരത്തെ ഒരു തൂക്കുപാലത്തിലായിരുന്നു. ഇപ്പം നമ്മൾ അതിൻ്റെ അവിടുന്ന് നോക്കിയൊരു പൊന്മുടി ഡാം കണ്ടിരുന്നു. അപ്പോൾ പൊന്മുടി ഡാമിൻ്റെ അവിടേക്ക് എത്തി. പൊന്മുടി ഡാം ഗൈസ്. നമ്മളിപ്പോൾ എന്താണ് പൊന്മുടി ഡാമിൻ്റെ അവിടെ ഇറങ്ങി. ഡാമിൻ്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹസനൊക്കെ നനഞ്ഞ കോഴിയെ പോലെ ആയിട്ടുണ്ട്. അതെന്താ കാണിച്ചാല് പട്ടി. ഹസന്റെ ഫ്രണ്ട് ഹസന്റെ കൂടെ പോസ്റ്റ് ചെയ്യുന്നു. നമ്മൾ വന്നത് ഇങ്ങനെ ഇത് കൂടെ വന്നിട്ട് അതിൽ കൂടെ കയറി. അതന്നെ, അതിൽ കൂടെ കയറി. അതാണ് നമ്മൾ ഡ്രൈവർ. ഇവിടെ വലിയ
റൂമൊന്നുമില്ല. ആ തൂക്കുപാലത്തിൻ്റെ ഇത് കൂടെ ഒന്ന് അവിടെയാണ് തൂക്കുപാലം. ഇങ്ങനെ വന്ന ഡാമിൻ്റെ ഇവിടേക്ക് വരായിരുന്നു. പക്ഷെ ഞങ്ങളെ ഒരു വളഞ്ഞ് ചുറ്റി ഇങ്ങനെ കൊണ്ടുവന്നു. ഓരോരോരോ ലാഭങ്ങളെ. ഇതാണ് വ്യൂ പോയിന്റ്. ഒരാളൊക്കെ താഴത്തേക്കണ്ട് പോയാൽ പിന്നെ ഇങ്ങോട്ട് കിട്ടൂല, അങ്ങനത്തെ സ്ഥലമാണിത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ഉണ്ട് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ. ഞങ്ങളെ ബാക്കൊന്നും കാണുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് കോടാണ് നിറഞ്ഞിട്ടുണ്ട്. ഗൈസ് അപ്പോൾ കണ്ടോളൂ, അസം വീഴാനും പോയി. പിന്നെ ഞങ്ങളെ കൂടെ വന്നൊരു വ്യക്തിയും വീഴാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വേറെ വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഇപ്പോൾ ഈ വ്യൂ പോയിന്റിലേക്കാണ് എല്ലാവരും വരുന്നത്, നേരത്തെ കാണിച്ച വ്യൂ പോയിന്റിലേക്ക്. ഇപ്പം ഞങ്ങൾ ഈ പോണ വ്യൂ പോയിന്റിലേക്ക് ആരും അധികം പോണില്ല, കാരണം ഒക്കെ ഇപ്പോൾ ഒരു വ്യൂ പോയിന്റ് തന്നെയുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ അധികം എല്ലാവരും പോണത്. ഇപ്പം ഞാൻ ഈ കാണിച്ചിരുന്ന വ്യൂ പോയിന്റിലേക്ക് അധികം ആരും ഇപ്പോൾ പോകണമൊന്നുമില്ല. അങ്ങനെയാണ് ഞങ്ങളെ ഡ്രൈവർ പറഞ്ഞത് കേട്ടോ, അതൊക്കെ ആരും പോണില്ല എന്നൊക്കെ. അത് ഞാൻ കാണിച്ചു തരാം. ഡ്രൈവർ പറഞ്ഞാൽ ഇവിടെ കാര്യം വരുന്നില്ല. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങളിട്ടുണ്ടായിരുന്നത് വലിയ കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞങ്ങളിങ്ങനെ ഉറക്കം നീക്കണം, അവിടെ ഞാൻ ഇറങ്ങിയില്ല. പിന്നെ ഇപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ മൂന്നാർ ടൗൺ എത്തി. നമ്മൾ മറ്റേ ജീപ്പിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം നമ്മളെ വണ്ടിയും കൊണ്ട് പോവാണ്. കറക്റ്റ് മൂന്നാർ ടൗൺ എത്തി. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ എത്തി. മൂന്നാർ ടൗണിൽ തന്നെയാണ്. വലിയ കുഴപ്പമില്ലാത്തൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഇന്നലെ വരെ അവിടെ മഴ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അവിടെ മഴ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇന്നാണ് മഴ തുടങ്ങി. ഇതുവരെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഇവിടെ നിന്ന് കുഴപ്പമില്ലാത്തൊന്ന് സെറ്റായി ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാർ. മറ്റേ നമ്മൾ പോയ വ്യൂ പോയിന്റിൻ്റെ അത്ര കോടയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ ഉണ്ടായിരുന്നു. മറ്റേത് അവിടെ നല്ല തണുപ്പും കോടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടൗണൊക്കെ അങ്ങോട്ട് വലുതായിട്ട് തണുപ്പൊന്നുമില്ല. അപ്പം നമ്മൾ തിരിച്ച് പോകട്ടെ വീട്ടിലേക്ക്. ഏത് കൂടെ പോകണമെന്ന് വെച്ചാൽ കറക്റ്റ് റോഡൊന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ അത്യാവശ്യം കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. പോണ സ്ഥലത്ത് കൂടെയൊക്കെ നല്ല നല്ല കോട ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ടൗണിലുണ്ടായിരുന്നില്ല, പക്ഷെ ടൗണൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല കോട ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതിൽ കുറേ വീഡിയോസ് ഉൾപ്പെടുത്താൻ മറന്നു. സംഭവം ഞാൻ എടുക്കാൻ മറക്കായിരുന്നു. പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഫുള്ള് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിക്കണതും പിന്നെ ഓരോ സ്ഥലത്ത് ഇറങ്ങിയൊന്നും എടുക്കാൻ പറ്റില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഓല് ഭയങ്കര ഉറക്കായിരുന്നു കേട്ടോ, ഒന്നും അറിയണ്ടായില്ല. വണ്ടി കയറിയാൽ ഉറങ്ങും, അങ്ങനെയാണ്. അപ്പം നല്ല ഉറക്കായിരുന്നു. അപ്പം നമ്മളെ വീട്ടിലേക്ക് പോയിങ്ങോട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ നല്ലോണം ഉറങ്ങി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ അറിയണത് ഇവിടേക്ക് ഇങ്ങനെ എത്തിയപ്പോൾ ഇതേത് സ്ഥലം എന്ന് വെച്ചൊക്കെ ഇപ്പോഴും ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ നല്ല ഉറക്കം കഴിഞ്ഞ് നീച്ചപ്പോൾ രാത്രി ഇരിക്കണം. നമ്മൾ വീട്ടിലെത്തുമ്പോൾ സമയം 1 മണിയല്ല, ഒരു 2:30-3 മണിയായിട്ടുണ്ടാവും തോന്നിട്ട് സമയം. ഇത് ഏതോ ഒരു കാടാണ്, ഈ കാടിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പോയിങ്ങോട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്തോ വണ്ടികളൊക്കെ നിന്നു. ഞങ്ങളെ ഫ്രണ്ടിലുണ്ടായിരുന്ന വണ്ടിയൊക്കെ നിന്ന് എന്തോ സംഭവിച്ചെന്നറിയില്ല. എന്നിട്ട് എല്ലാവരും അങ്ങനെ പോയി നോക്കിയിരുന്നു. പോയി നോക്കിയപ്പോൾ എന്തായിരുന്നു, ഒരു KSRTC-കാരന് ഒരു കാറുകാരൻ ഇങ്ങനെ വരുമ്പോൾ ഒരതി 2 വണ്ടിയും കൂടെ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ഒരതി. അപ്പോൾ അതിന് രണ്ടാളും കൂടെ അങ്ങോട്ട് ആകെ വർത്താനിരുന്നു. കുറേ നേരം 1 മണിക്കൂർ, അരമണിക്കൂർ, 3/4 മണിക്കൂറിന് വരെയൊക്കെ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നിട്ടോ. കാരണം KSRTC-കാർ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയൊന്നും ചെയ്തിരുന്നില്ല, അവിടെ അങ്ങനെ നിൽക്കായിരുന്നു. പിന്നെ KSRTC ഉള്ളവരൊക്കെ ഇറങ്ങി. പിന്നെ എല്ലാവരും ഇങ്ങനെ ചെന്ന് സംസാരിക്കലൊക്കെ തുടങ്ങി, സോൾവ് ചെയ്യൽ തുടങ്ങി. പക്ഷേ പെട്ടെന്ന് അങ്ങനെ സോൾവ് ആവുന്നുണ്ടായിരുന്നില്ല, കാരണം KSRTC-കാരൻ്റെ ഭാഗത്താണ് തെറ്റ്. ആള് വല്ല കള്ളൊക്കെ കുടിച്ച മാതിരി ബസ് ഓടിച്ചിരുന്നത് തന്നെ. നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ KSRTC പോണത്. ആദ്യം തന്നെ
ഇങ്ങനെ വളവൊക്കെ തിരിയുമ്പോൾ തന്നെ KSRTC-കാരൻ്റെ ഈ തിരിക്കൽ കാണുമ്പോൾ തന്നെ പേടിയാവും, വല്ല കള്ളം കുടിച്ച പോലെ ഇരുന്നു. അപ്പോൾ അങ്ങനെ KSRTC-കാരന് ഭാഗത്ത് തന്നെയാണ് തെറ്റ്. ഇതൊന്നും മെയിൻ ചെയ്യാന്നിട്ടോ ആളുറങ്ങണത്. ഞാൻ പറഞ്ഞു അവിടെ ഒരു KSRTC ഒരു ഷിഫ്റ്റും കൂടെ ജസ്റ്റ് ഒരന്നിട്ടുള്ള തല്ലാണെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് എത്തി നോക്കി, എന്നിട്ട് അതേപോലെ തന്നെ അവിടെ കടന്നു. വെട്ടിയിട്ട വായത്തണ്ട പോലെ. ഗൈസ്, അവിടെ പ്രശ്നം KSRTC ഒരു ഷിഫ്റ്റുകാരനെ വന്ന് തട്ടെന്തോ ചെയ്തിക്കാണ്. അപ്പോൾ സോൾവ് ആയിട്ടില്ല, കുറേ നേരമായി തുടങ്ങിയിട്ട്. ഇത്ര നേരമായിട്ട് അതൊന്നും സോൾവ് ആവണില്ല. അവിടെ നല്ല പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും വീട്ടിൽ പോവാണ്. ചെറിയൊരു അർജൻറ്റ് വന്നു, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോവാണ്. ഞങ്ങൾക്കല്ല, ഞങ്ങളെ കൂടെ ഉള്ളവർക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണമെന്ന് വലിയൊരു അർജൻറ്റ് കേസ് വന്നു. അപ്പം ഞങ്ങൾ ശരിക്കും നാളെ തിരിക്കുള്ളൂ വിചാരിച്ചതാണ്, പക്ഷെ ഇന്ന് തന്നെ തിരിക്കേണ്ടി. പോണ വഴിക്ക് വണ്ടി ഇടിച്ചു കാശ്, ഞങ്ങളല്ല വേറെ വണ്ടി, പ്രാദേശിക കാറും കൂടി ഇടിച്ചു. അങ്ങനെയൊക്കെ സോൾവായി. ഇപ്പം ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാട്ടിൽ ആനയും പിന്നെ മാനും അങ്ങനെ ഇതൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഓരോരോ മൃഗങ്ങൾ തപ്പണം, ഒന്നിനെയും കണ്ടില്ല. ഒരു പൂച്ചക്കുട്ടിയെ പോലും കണ്ടില്ല എന്ന് പറയാം. കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് കിട്ടുന്നില്ല, പൊള്ളാച്ചി അല്ലാത്ത എന്തോ എനിക്ക് ഓർമ്മയില്ല, എന്തോ ആവട്ടെ. അപ്പം നമ്മളങ്ങനെ ഇനി കുറച്ചും കൂടി ഉള്ളൂ വീട്ടിലേക്ക്, അത്യാവശ്യമൊക്കെ എത്താനായിക്കണു. നമുക്ക് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മളെ ഫോൺ പകുതിയായപ്പോൾ ഓഫായി. പിന്നെ വീട്ടിലേക്ക് എത്താനും ആയി, വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.